പുനലൂർ രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. ഫോൺ 0475 222 865. വിവാദങ്ങൾ തോരാതെ പുനലൂർ നഗരസഭ. നഗരസഭാ ശ്മശാനം വീണ്ടും തകരാറിൽ. ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരിച്ച് മാസങ്ങൾ കഴിയുന്നതിന് മുമ്പാണ് ശ്മശാനം വീണ്ടും തകരാറിലായത്. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത്. മെയിൻ്റനൻസ് വർക്കുകൾ പൂർത്തിയാക്കി മാസങ്ങൾ തികയും മുമ്പേ ശ്മശാനം വീണ്ടും തകരുന്നതിൽ ദുരൂഹതയെന്നും ആരോപണം. പുനലൂർ നഗരസഭയുടെ തുളിക്കോട്ടെ വാതക ശ്മശാനം ശമനതീരമാണ് വീണ്ടും തകരാറിലായിരിക്കുന്നത്. മൃതദേഹം സംസ്കരിക്കുന്നത് തെന്മലയിലേക്കോ കൊല്ലം പോളയത്തോട്ടേക്കോ കൊണ്ടുപോകേണ്ട സ്ഥിതിയാണിപ്പോൾ. 1 വർഷം മുമ്പ് 9 ലക്ഷം രൂപ ചിലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തിയ ശ്മശാനം വീണ്ടും തകരാറിലായി. ആഴ്ചകളായി ഇവിടെ സംസ്കാരം നടക്കുന്നില്ല. നഗരസഭാ പരിധിയിലുള്ളവർക്ക് മൃതദേഹവുമായി കിലോമീറ്ററുകൾ താണ്ടി പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ. 2017 നവീകരണ പ്രവർത്തനം നടത്തി പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്ത പുനലൂർ നഗരസഭ വക ശമനതീരം എന്ന ശ്മശാനം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അടച്ചുപൂട്ടിയിട്ടിട്ടും അത് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായി യാതൊരു നടപടികളും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. യഥാർത്ഥത്തിൽ പുനലൂർ പോലുള്ള ഒരു ചെറിയ പട്ടണത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഇവർക്കൊക്കെ സ്വന്തം പുരയിടത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള സൗകര്യമില്ലാത്തതിനാലാണ് അവർ ഈ ശ്മശാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് ആംബുലൻസ് വിളിച്ചുകൊണ്ട് പുനലൂരിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള തെന്മല ഗ്രാമപഞ്ചായത്തിലോ കൊല്ലം കോർപ്പറേഷനിലെ ഒക്കെയുള്ള ശ്മശാനങ്ങളിൽ കൊണ്ടുപോയി മൃതദേഹം സംസ്കരിക്കേണ്ട ഒരു സ്ഥിതിയാണ്. യഥാർത്ഥത്തിൽ 17 ലക്ഷം രൂപ കൊടുത്ത് ചിലവാക്കി ഇൻസ്റ്റാൾ ചെയ്ത ശ്മശാനം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി 1 വർഷം 9 ലക്ഷം രൂപ വരെ ചിലവഴിച്ചിട്ടും അതിപ്പോഴും പ്രവർത്തന സജ്ജമാകുന്നില്ല എന്നത് ദുരൂഹതയാണ്. അതിനുള്ള ബർണറുകളിൽ കേട് സംഭവിച്ചു എന്ന് പറയുന്നു. ആ ബർണറുകൾക്ക് കേട് സംഭവിച്ചത് പരിഹരിക്കാൻ കഴിയാത്തത്, സമയബന്ധിതമായി പരിഹരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന പുകക്കുഴൽ, ആ പുകക്കുഴലിൽ ദ്വാരം വീണ് പുക ആ കെട്ടിടത്തിലെ ആകെ ഒരു മൃതദേഹം സംസ്കരിക്കുമ്പോൾ അവിടെ എല്ലാം വ്യാപിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം സംഭവിച്ചതെന്നും അതെന്തുകൊണ്ടാണ് പരിഹരിക്കാൻ കഴിയാത്തതെന്നും പരിശോധിക്കാൻ നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന് കഴിയുന്നില്ല. 9 ലക്ഷം രൂപ മുടക്കി അറ്റകുറ്റപ്പണി നടത്തിയിട്ട് ഒരു സ്ക്രൂ പോലും മാറാതെ ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് കരാറെടുത്തിട്ടുള്ള ആളുകൾ ആ പണം വാങ്ങിപ്പോയപ്പോൾ അതിന് പിന്നിൽ മറ്റു ചില സാമ്പത്തിക ഇടപാടുകൾ കൂടി നടന്നിരുന്നതായി ഞങ്ങൾ സംശയം ഉന്നയിക്കുകയും വിജിലൻസിലടക്കം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പുനലൂരിലുള്ള പട്ടണവാസികൾക്ക് മൃതദേഹം സംസ്കരിക്കുന്നതിന് ഒരുപാട് അകലങ്ങളിലേക്ക് കൊണ്ടുപോയി മറ്റ് പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിൽ എത്തിച്ചതിന് പിന്നിൽ പിടിപ്പുകെട്ട നഗരസഭയുടെ ഭരണ നേതൃത്വം മാത്രമാണ്. ശ്മശാനത്തിൻ്റെ പൂക്കുഴൽ ദ്രവിച്ചതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് മുൻപ് പ്രവർത്തിപ്പിക്കാതിരുന്നത്. വാതക ചേമ്പറിലുണ്ടായ ചോർച്ചയിലുൾപ്പെടെ തകരാറുകൾ മൂലം കഴിഞ്ഞ വർഷവും 6 മാസത്തോളം ഇത് അടച്ചിട്ടിരുന്നു. പിന്നീട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 ലക്ഷം രൂപ ചിലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തി ശ്മശാനം തുറന്നത് കഴിഞ്ഞ കൊല്ലം ജൂണിലാണ്. ശ്മശാനം സ്ഥാപിച്ച ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള കമ്പനി തന്നെയാണ് അറ്റകുറ്റപ്പണിയും നടത്തിയത്. 10 വർഷം മുമ്പ് തൊളിക്കോട് പ്രവർത്തനം ആരംഭിച്ച ശ്മശാനത്തിൽ നഗരസഭയിൽ നിന്നുള്ളവർക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള മൃതദേഹങ്ങളും സംസ്കരിച്ചിരുന്നു. 2018 1 കോടി രൂപ മുടക്കി അത്യാധുനിക സൗകര്യങ്ങളോടെ ശ്മശാനം നവീകരിച്ചു. എന്നാൽ പിന്നീടത് സ്ഥിരമായി പ്രവർത്തിച്ചിട്ടില്ല. തകരാർ പരിഹരിക്കുന്നതിനുള്ള അടങ്കൽ തയ്യാറാക്കാൻ നടപടിയായിട്ടുണ്ടെന്നും പരമാവധി വേഗത്തിൽ അറ്റകുറ്റപ്പണി നടത്തി ശ്മശാനം പ്രവർത്തന സജ്ജമാക്കും എന്നുമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ.